തമിഴ് സിനിമ സൂപ്പർ നടൻ വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. തമിഴക വെട്രി കഴകം എന്നാണ് പേര്. വെട്രി എന്നായിരുന്നു വിജയുടെ ആദ്യത്തെ സിനിമയുടെ പേര്. അതുകൊണ്ട് ആ വെട്രിയും കൂടെ ചേർത്ത് തമിഴകം വെട്രി കഴകം എന്ന പേരാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡൽഹിയിലെത്തി കണ്ടു. പാർട്ടി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. തമിഴ് സൂപ്പർ നടനായ വിജയ് എന്ന ദളപതി, അദ്ദേഹം ഏകദേശം 65ഓളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുതിയ സിനിമകളൊന്നും എടുക്കുന്നില്ല. കോൺട്രാക്റ്റായ സിനിമകളെല്ലാം അഭിനയിച്ച് തീർക്കുകയാണ്. തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ ഉദയം തീർച്ചയായിട്ടും എന്തുകൊണ്ടും തമിഴ് രാഷ്ട്രീയത്തിന് വളരെ നല്ലതാണ്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം നമുക്കറിയാം. അവിടെ സിനിമാ നാടകം മേഖലയിലുള്ളവരാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. 1967 CM അണ്ണാദുരൈ DMK ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായി. അദ്ദേഹം സ്ക്രീൻ പ്ലേ റൈറ്ററാണ്, നാടകാചാര്യനാണ്, കലാരംഗത്ത് പ്രവർത്തിച്ച ഔന്നത്യം ഉണ്ടാക്കിയ ആളാണ്. അണ്ണാദുരൈ എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിൽ ഇന്ത്യയിൽ മുഴുവൻ പ്രശസ്തനാണ്. അദ്ദേഹം സ്ഥാപിച്ച DMK പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രിയായത് കരുണാനിധിയാണ്. കരുണാനിധിക്ക് ശേഷം DMKയിലെ ചില അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന MGR പതുക്കെ DMK എന്ന് മാറി അണ്ണാ DMK എന്ന പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി. MGRന് ശേഷം MGRൻ്റെ ഉറ്റ സുഹൃത്തും തോഴിയുമായിരുന്ന ജയലളിത അണ്ണാ DMKയുടെ ബാനറിൽ തന്നെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായ ചരിത്രം നമുക്കറിയാം. അതിനുശേഷം അണ്ണാ DMKയിലെ ജയലളിതയുടെ പാർട്ടിയിലെ 2 വിഭാഗങ്ങൾ ഉണ്ടായി. ജയലളിത മരണത്തിന് ശേഷം അവരുടെ ചില പാർട്ടി പ്രവർത്തകരും അവരുടെ ചില സപ്പോർട്ടുകളും എല്ലാം ചേർത്ത് 2 ഗ്രൂപ്പായി വന്നു. പനീർ സെൽവം OPS ഗ്രൂപ്പും അതുപോലെ തന്നെ എടപ്പാടി എന്ന് പറയുന്ന EPS ഗ്രൂപ്പും. ആ 2 ഗ്രൂപ്പുകളും അധികാരം പങ്കിട്ട് 10 വർഷം അവർ മുഖ്യമന്ത്രിയായി. എങ്കിലും പാർട്ടി ഇപ്പോൾ ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം അതിനുശേഷം അവിടെ കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ അവിടെ മുഖ്യമന്ത്രിയായി. ഇപ്പോൾ ഒരു രാഷ്ട്രീയ വാക്കണ അവിടെ ഉണ്ട്. MGRൻ്റെയും അതുപോലെ തന്നെ ജയലളിതയുടെയും അണ്ണാ DMKയുടെ അവർ പുതിയ നടൻ്റെ പിന്നാലെ പോകാനാണ് എല്ലാ സാധ്യതയും. തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമ ലിയോ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കുറേ സിനിമകളുണ്ട്. 65ഓളം സിനിമയിൽ മാസ്റ്റർ, കത്തി, തുപ്പാക്കിയൊക്കെ സ്റ്റണ്ടും ഡാൻസും ഒക്കെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്ത് വിജയിപ്പിച്ച ചിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സിനിമാ സംവിധായകനായിരുന്നു, ചന്ദ്രശേഖർ. ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ എന്നാണ് ദളപതിയുടെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ ഫാദർ SA ചന്ദ്രശേഖരൻ 1984 ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അതിലാണ് ഒരു ബാലനടനായിട്ട് ഇദ്ദേഹം പ്രവേശിക്കുന്നത് തന്നെ. ഇപ്പോൾ ഏകദേശം 49-50 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഖുശ്ബു, BJP ചേർന്ന് നിൽക്കുന്ന ഖുശ്ബു എന്ന നടി അത് സ്വാഗതം ചെയ്തു. അണ്ണാ DMKയുടെ സമയത്ത് ജയിലിലെടുത്ത കാലഘട്ടത്തിൽ മോഡി ഗവൺമെൻറ് പ്രതിസന്ധിയിലായപ്പം അവരെ സഹായിച്ച ഒരു ചരിത്രം അണ്ണാ DMK സമയത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ തമിഴ് രാഷ്ട്രീയത്തിലെ വിജയുടെ ഉദയം ഇൻഡിപെൻഡൻ്റായിട്ട് അദ്ദേഹം നിൽക്കുമോ അതോ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുമോ എന്നുള്ളതാണ് ഇനിത്തെ പ്രശ്നം. അദ്ദേഹം സ്റ്റാലിൻ്റെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ DMKയ്ക്ക് എതിരായി ഒരു ശക്തി തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇല്ല. അത് പതുക്കെ ഡെവലപ്പ് ചെയ്യാനാണ് സാധ്യത. സൂപ്പർ സ്റ്റാറിൻ്റെ ആ ടൈമിലി ആയിട്ടുള്ള ആ രംഗപ്രവേശനം, കാരണം MGRൻ്റെയും ജയലളിതയും പിൻഗാമികളായി വന്ന EPSഉം OPSഉം ഒക്കെ രാഷ്ട്രീയമായ പരസ്പരം പോരും അഴിമതിയും നിറഞ്ഞു നിന്ന് അവർ
പതുക്കെ പതുക്കെ രാഷ്ട്രീയത്തിൽ അവരുടെ ശക്തി കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് സ്റ്റാലിൻ അവിടെ മുഖ്യമന്ത്രിയായത്. ഇപ്പോഴത്തെ വിജയുടെ വരവ് തീർച്ചയായിട്ടും ഒരു നല്ല പ്രതിപക്ഷം അവിടെ ഇല്ല. ഇപ്പം ആ പുതിയ രാഷ്ട്രീയ വാഗ്ദാനങ്ങളുമൊക്കെയായി വിജയ് രംഗപ്രവേശം ചെയ്തു. വിജയിന് തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റാർ പദവി മാത്രമല്ല, സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നമ്മൾ കണ്ടത്. സ്റ്റണ്ടും ഡാൻസും ഒക്കെ ചെയ്ത് എങ്കിലും സത്യം വിജയിക്കുന്ന സിനിമകളാണ് ഭൂരിപക്ഷവും. അങ്ങനെ ഒരു നായക വേഷം അദ്ദേഹത്തിനുണ്ട്. അതുതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുമുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പ്രവേശനം സമയോചിതമായിരുന്നു. തമിഴക വെട്രി കഴകം തീർച്ചയായിട്ടും അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്കോർ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം, അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം നിലനിൽക്കില്ല. ആ പാർട്ടി മത്സരിക്കാൻ സാധ്യതയും വളരെ കുറവാണ്. ഇപ്പം തന്നെ അവർ ഡൽഹിയിലെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവിടെ അവരുടെ പാർട്ടി രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം അവർ പ്രവർത്തനങ്ങൾ പതുക്കെ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു മത്സരത്തിന് ചാടിക്കേറി ചെയ്യാൻ അവർ കാൻഡിഡേറ്റിനെ നിർത്താൻ സാധ്യത കുറവാണ്. കാരണം വിജയ് എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം 65 സിനിമ അഭിനയിച്ച് അത് ഓരോന്നും അദ്ദേഹം വിജയിപ്പിച്ചെടുത്തതും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ ചലനം ഉണ്ടാക്കുന്നതായിരിക്കും വിജയുടെ ഈ രംഗപ്രവേശനം.